ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ടെറസിൻ്റെ മേലെ ഉള്ള പഴങ്ങളും മറ്റും ഓരോന്നായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന വീഡിയോ ആണ്. നമ്മൾ അത്തിപ്പഴമാണത്. കുറേയൊക്കെ പഴുത്ത് വരുന്നുണ്ട്. നല്ല അറേബ്യൻ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ അത്തിപ്പഴം തന്നെയാണ്. ഇസ്രായേലിയൻ അത്തിപ്പഴം എന്നൊക്കെയാണ് അതിന് പറയാം. ഇതിൻ്റെ ഈ ചോപ്പ് കണ്ടാൽ തന്നെ അറിയാം. ഈ അത്തിപ്പഴത്തിൽ ഇതിലും മുന്തിയൊരു അത്തിപ്പഴം ഇല്ല. ഇതാണ് ഏറ്റവും നല്ല അത്തിപ്പഴം. അപ്പോൾ അതിൻ്റെ തൈകളാണ് ഇപ്പോൾ നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ അറേബ്യൻ നാട്ടുകളിലൊക്കെ കിട്ടുന്ന ഇസ്രായേലിയൻ അത്തി. ഒറിജിനൽ ഇസ്രായേലിൻ്റെ അത്തിപ്പഴമാണ് നമ്മളിവിടെ വളർത്തിയുണ്ടാക്കുന്നത്. എനിക്ക് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ വയലറ്റ് കളറും, പഴുത്ത് കഴിഞ്ഞാൽ വയലറ്റ് കളറൊക്കെ ഇസ്രായേലിൻ്റെ അത്തിക്കാണ് ഉണ്ടാവല്. അപ്പോൾ ഇത് ഒന്നും കൂടി പഴുത്തിട്ട് പൊട്ടിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ മഴ വന്നാൽ ഈ പഴങ്ങളുടെയൊക്കെ മധുരം പോകും. അതുപോലെ തന്നെ പേരക്ക ഇനിയും വലുതാവാറുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മധുരം പോയിട്ട് ഒരു ടേസ്റ്റ് ഇല്ലാത്ത രീതിയാണ്. നമ്മൾ ചക്കയിലൊക്കെ വെള്ളം ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഉള്ള ഫ്രൂട്ടുകളിലൊക്കെ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മൾ പേരക്കയും അത്തിപ്പഴം, ആപ്പിൾ ചെറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശെ നമ്മൾ പറിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പറിച്ചെടുക്കുന്നതും തിന്നുന്നതുമൊക്കെ ഒരു നല്ലൊരു സന്തോഷം തന്നെയാണ്. അതിരാവിലെയുള്ള ഈ കിളികളുടെ കലവില ശബ്ദങ്ങളും, പിന്നെ ഏത് ചൂടുകാലത്താണെങ്കിലും രാവിലത്തെ ചെറിയൊരു കുളിരും കൊണ്ട് ഇതൊക്കെ പറിച്ചെടുക്കാൻ ഒരു പ്രത്യേക രസമാണ്. കണ്ണിന് കിട്ടുന്ന നല്ല കാഴ്ചയും കേൾവിക്ക് കിട്ടുന്ന നല്ല കേൾവിയും കൂടിയാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ അനുഭവിക്കാനൊക്കെ കഴിയൂ. നമ്മളുണ്ടാക്കിയ പഴങ്ങളും പച്ചക്കറികളൊക്കെ അതിൻ്റെ അടുത്തൊക്കെ വന്ന് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നതിനേക്കാൾ കൂടുതലാണ് അതിൻ്റെ കാണാനുള്ള ഭംഗി. എന്ത് ഭംഗിയാണ് ഇതൊക്കെ ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാനൊക്കെ. നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം, സമാധാനമൊക്കെ വളരെ വലുതായിരിക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായി കാണണം, എന്നെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം, സമാധാനമൊക്കെ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാനാണ് ഏറ്റവും നല്ല ഭംഗി. കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭംഗി ഇത് നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ പല തരങ്ങളായിട്ട് ഇങ്ങനെ കാഴ്ച നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളെയൊക്കെ കാണിച്ച് നിങ്ങൾക്കും ഇതേപോലെയൊക്കെ ചെയ്യാം എന്ന് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇനിയും പല പഴങ്ങളുണ്ട്. അതൊക്കെ കായ പിടിക്കാനൊക്കെ ആവുന്നേ ഉള്ളൂ. എല്ലാം കായ പിടിച്ച് കഴിഞ്ഞാൽ ഒരു പഴത്തിൻ്റെ ഒരു കലവറനായിരിക്കും. നമുക്ക് ഏത് പഴമാണെങ്കിലും എപ്പോൾ ആണെങ്കിലും വന്നിട്ട് നമ്മൾ ടെറസിൻ്റെ മേലെ കയറിയാൽ മതി. നമുക്ക് ആവശ്യമുള്ള പഴങ്ങളൊക്കെ പറിച്ചെടുത്ത് കഴിക്കാം. കഴുകും കൂടി വേണ്ട, നാച്ചുറലാണ്. താഴെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ തൊട്ട് പിടിച്ച് എന്നൊക്കെ തോന്നും. പക്ഷേ ഇത് മേലെ ആകുമ്പോൾ ഒരു പ്രശ്നമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്നിട്ട് എടുത്ത് കഴുകാതെ തന്നെ എടുത്ത് കഴിക്കാം. അതിപ്പോൾ എന്തായാലും പച്ചക്കറി ആയാലും പച്ചമുളകായാലും എല്ലാം. നമ്മളെ വൈറ്റ് മുളകാണ് ഇപ്പോൾ നമ്മളിവിടെ പഴുത്തത് പറിച്ചെടുക്കുന്നത്. അതിൻ്റെ കളറ് എരിവിനെ പോലെ തന്നെയാണ് കളറും. അപ്പോൾ അതൊക്കെ മഴയായപ്പോൾ കുറേയൊക്കെ പറിച്ചെടുക്കണം. കാരണം മഴയായി കഴിഞ്ഞാൽ പിന്നെ പഴുത്ത് നിർത്താൻ പറ്റില്ല, അതൊക്കെ ചീഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ വിത്തിനൊക്കെ ആളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറിച്ചെടുക്കണം. അത്തിപ്പഴത്തിൻ്റെ നമ്മളൊരു തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടായി വന്നപ്പോൾ അത് കായ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മൾ 3 തൈ ഉണ്ടാക്കിയതായിരുന്നു. ഒരെണ്ണമാണ് നമുക്ക് പിടിച്ചു കിട്ടിയത്. ബാക്കി 2 എണ്ണം കേടുവന്നത്. നമ്മൾ വർഷക്കാലത്താണ് ഉണ്ടാക്കിയത്. വർഷക്കാലത്ത് കൂടുതലും അളിഞ്ഞു പോവുകയാണ്. കൂടുതൽ വെള്ളമാകുമ്പോൾ അതൊക്കെ അഴുകിപ്പോവുക. അപ്പോൾ നമ്മൾ മറ്റൊരു മെത്തേഡിലാണ് ഇനിയുള്ള വേര് പിടിപ്പിക്കലൊക്കെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ആ രീതിയിലാവുമ്പോൾ അഴുകൽ കൂടുതലും നടക്കില്ല. അപ്പോൾ ഇനിയും പല ചെടികളും നമ്മൾ കായ്ക്കാനും പൂക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ശ്രമത്തിലാണ്. കുറേ പഴച്ചെടികളൊക്കെ നമുക്കിവിടെ ഉണ്ടാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിതിവിടെ തുടങ്ങിയിട്ടുള്ളത്. അതിലൂടെ നമുക്കൊരു വരുമാനം പ്രതീക്ഷിക്കാം എന്ന രീതിയിലാണ് നമ്മളിവിടെ ഈ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരാളും സഹായമൊന്നുമില്ലാതെ അപ്പോൾ മറ്റൊരാളെ വെച്ച് ഉപയോഗിക്കാതെ നമ്മൾ സ്വന്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള വളർച്ച ഇതിനൊക്കെ കാണും. വളർച്ച എന്ന് പറഞ്ഞാൽ തൈകൾ വളർന്നതല്ല, തൈകളുടെ എണ്ണം വളരുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ
അതിൻ്റേതായിട്ടുള്ള 1, 2, 3 ഒരു ദിവസം എന്ന രീതിയിലാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എണ്ണങ്ങളെ പരിമിതമായ എണ്ണങ്ങളെ നമ്മളെ കയ്യിലുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാ തൈകളും നമ്മൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഒക്കെ നമ്മളിവിടെ ഓരോന്നായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പല വീഡിയോയിലും നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇനി കൂടുതലായിട്ട് കാണിക്കുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ചെടുത്ത ചെടികളിലൊക്കെ കായ്ഫലം എന്നത് കാണുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനമൊക്കെ നൽകുക. പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ലൈക്കും ഷെയറും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ മുടങ്ങാതെ നൽകുക. നിങ്ങളുടെ പ്രോത്സാഹനം എന്നൊക്കെ പറഞ്ഞാൽ അത് കാണുമ്പോഴുള്ള കൗതുകത്തിൻ്റെ ലൈക്കും ഷെയറും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെ ലൈക്കും ഷെയറൊക്കെ നമ്മളും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, നന്ദി, നമസ്കാരം.